പിതാവിന്റെ ഇഷ്ടം ചെയ്ത രണ്ട് സ്ത്രീകളെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. സ്ത്രീകൾ വേദപുസ്തകത്തിൽ എങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ അധ്യാപകരായിരുന്നു, സ്ത്രീകൾ പ്രവചിച്ചു, നേതാക്കളായിരുന്നു, ശുശ്രൂഷകരായിരുന്നു, അപ്പോസ്തലന്മാരായിരുന്നു, അടുക്കളക്കാരായിരുന്നു, ക്രിസ്തുവിന് വേണ്ടിയിട്ട് വിശേഷ വേലയിൽ സഹായികളായി അടുക്കളയിൽ ജോലി മുതൽ സുവിശേഷ ഘോഷണം മുതൽ അപ്പോസ്തലിക പദവി വരെ അലങ്കരിച്ചിരുന്ന ഒരു ആദിമ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നെന്തിയേ സാത്താൻ ഉപായത്തിൽ വഞ്ചിച്ച് വെച്ചേക്കാണ് സ്ത്രീകളെ. അതില് ഒരു പുരുഷന്റെ ഒതയില്ലാതെ ഒരു സ്ത്രീ പ്രവർത്തിക്കില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി ഇന്നത്തെ ലോകം നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, സ്ത്രീകൾ പുരുഷന്മാരെ ബഹുമാനിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിനോട് കീഴടങ്ങുന്നത് പോലെ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. അവരെ ബഹുമാനിക്കണം. അവരെ വായിക്ക് വന്നത് പറയാൻ പാടില്ല. നാം പക്വതയുള്ള സ്ത്രീകളായി കർത്താവിന് എങ്ങനെ നിൽക്കണം? കർത്താവിൽ അവിടെ പുരുഷനും സ്ത്രീ എന്നും വ്യത്യാസമില്ല. ദൈവവചനം അതാണ് പറയുന്നത്. എന്നാൽ നാം ലോകത്തിലുള്ള പുരുഷന്മാരെ അവർക്ക് തന്താങ്ങൾക്ക് യോഗ്യമാം വിധമുള്ള ബഹുമാനം കൊടുത്ത് യോഗ്യത ഉള്ളവരായി എണ്ണി അവരെ സ്നേഹത്താലും ബഹുമാനത്താലും അവരോട് ഇടപെടുകയും വേണം. എന്നാൽ കർത്താവിനോടുള്ള ബന്ധം വരുമ്പോൾ പിതാവാം ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. പേടിയാണെന്നേ, അവരെന്തോ പറയും. ചിലപ്പം അടക്കാൻ കല്ലറ കിട്ടത്തില്ലെങ്കിലോ, അയ്യോ ഞാൻ പോകുന്ന സഭയിൽ ഇതൊന്നും അനുവദിക്കത്തില്ലല്ലോ, എന്നെ സഭയിൽ മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ലല്ലോ. ഇന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണുവാൻ ചാനൽ സന്ദർശിക്കുക.